അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണം. മുസ്ലിം സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാകണം. മലയാളിയുടെ മതേതര മൂല്യങ്ങളെ പരമപുച്ഛത്തോടെ പരിഹസിച്ചുകൊണ്ട് വർഗീയത നിറഞ്ഞു തുളുമ്പുന്ന ഈ ജൽപ്പന നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവായ KM ഷാജിയാണ്. അർഹിക്കുന്ന അവജ്ഞയോടെ മലയാളി ഈ വർഗീയ പരാമർശത്തെ പുച്ഛിച്ച് തള്ളുമെങ്കിലും മലയാളികളുടെ മതേതര മനസ്സിലേക്ക് വർഗീയ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബാധയേറ്റ ലീഗിന്റെ KM ഷാജിയുടെ പ്രസംഗം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സമയത്താണ് നാടിന്റെ വികസനം പറയാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ KM ഷാജി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാർ അജണ്ടയെ സഹായിക്കുന്ന ഈ വർഗീയ പരാമർശത്തിലൂടെ എന്ത് സന്ദേശം നൽകാനാണ് KM ഷാജി ഉദ്ദേശിച്ചത്? സ്വതവേ മൃതപ്രായത്തിലായിരിക്കുകയാണ് ലീഗ്. യുവ നേതാക്കളുടെ അഴിമതിയും ഫണ്ട് വെട്ടിപ്പും കാരണം പൊതുജനത്തിന് മുന്നിൽ തലയുയർത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ലീഗിന്റെ മതേതര മൂല്യത്തിന് മങ്ങലേൽപ്പിച്ച സാഹചര്യത്തിൽ വർഗീയതയുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനായി ലീഗ് നേതൃത്വവും അണികളും കഷ്ടപ്പെടുന്നതിനിടയിലാണ് KM ഷാജിയുടെ ലീഗിന്റെ നെഞ്ചത്തേക്കുള്ള ആണിയടിക്കൽ. 9.5 കൊല്ലമായി അധികാരം ഇല്ലാതിരുന്നതിനാൽ കട്ടുമുടിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷനും KM ഷാജിയുടെ പ്രസംഗത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. ചത്ത കുതിരയാണ് ലീഗ് എന്ന് പണ്ട് നെഹ്റു പറഞ്ഞതിന് പകരമായിരിക്കണം ഇപ്പോൾ അർദ്ധപ്രാണനോടെ വർഗീയ കക്ഷികളോട് ഓടി നടക്കുന്ന കോൺഗ്രസിനെ ഭരണത്തിൽ നോക്കുകുത്തിയാക്കി നിർത്തുമെന്ന് KM ഷാജി പറഞ്ഞത്. 2 ദിവസം മുൻപ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ലീഗിന്റെ സടകുടം എഴുന്നേറ്റതിന്റെ ഒരു ഭാഗമാണോ ഇനി KM ഷാജിയുടെ ഇപ്പോഴത്തെ വർഗീയ പരാമർശം എന്നും അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കരുതിയിരിക്കുക തന്നെ വേണം. പറയാൻ വിഷയങ്ങൾ ഇല്ലാതിരിക്കുന്ന കേരളത്തിലെ വർഗീയ കോമരങ്ങൾ അവസരം കാത്തിരിക്കുക തന്നെയാണ്. അവരുടെ വർഗീയ കുത്തിത്തിരിപ്പുകൾ ഇനിയും ഉണ്ടാകുക തന്നെ ചെയ്യും. അതിനുള്ള മറുപടി നൽകാൻ ശേഷിയുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. എത്ര എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എത്ര കോഴ്സുകൾ, എത്ര ബാച്ചുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കിട്ടി? ഭരണം വേണമല്ലോ, പക്ഷെ ഭരിക്കുന്നത് MLA മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് സമുദായത്തിന് കൊടുക്കാനാകണം എന്നായിരുന്നു ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ UDF-ൽ എടുക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ലീഗ് നേതാവിന്റെ പരാമർശവും പുറത്തു വന്നിരിക്കുന്നത്. അധികാര താല്പര്യം മാത്രമുള്ള UDF ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുമായി സഖ്യം ചേരുന്നത് മതനിരപേക്ഷതയ്ക്ക് അപകടമാണ് എന്ന് CPIM ചൂണ്ടിക്കാട്ടുകയാണ്.